അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? സം, ആവറേജ്, കൗണ്ട്, നമ്പർ, മാക്സിമം, മിനിമം, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടിയിലേക്കും കാണാം കേട്ടോ. നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ അടിയിലേക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കാണണമെങ്കിൽ കണ്ടോ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്ത് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നത് പറയുന്നില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയേക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ടോട്ടൽ കണ്ടു വച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ, ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ ക്ലാസ്സിലെ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ ഞാൻ ഓൾറെഡി ഇവിടെ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ടോട്ടൽ കണ്ടു വച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിലാണ് കൊടുക്കണമെന്ന് വയ്ക്കുക. അതായത് ഇപ്പോൾ 2021 ഒരു സ്കൂളിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു ക്ലാസ്സിൽ നടന്ന ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ കുട്ടികളുടെ മാർക്കാണ് ഞാൻ ഇവിടെ നിന്ന് കൊടുത്തിരിക്കുന്നത്. ജനുവരി മാസം ഒരു കൊച്ചിന് എത്ര കിട്ടി, ജനുവരി മുതൽ ഡിസംബർ വരെ ആ ഒരു ഇയറിൽ നടന്ന ഇതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ നിൽക്കുന്നത് നോക്കാം. അതായത് ഇപ്പോൾ ഇവിടുന്ന് ടോട്ടൽ എത്ര മാർക്ക് കിട്ടിയിരിക്കുന്ന ഓരോ സ്റ്റുഡൻറ്റിനും എ എന്നൊരു സ്റ്റുഡൻറ്റിന് 908 മാർക്ക്, അതേപോലെ ബി എന്നൊരു സ്റ്റുഡൻറ്റിന് 540 മാർക്ക്. ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് മാറ്റി കൊടുക്കുകയാണ് 78, അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആവില്ല. ഓക്കെ, അപ്പോൾ ബി എന്നുള്ള സ്റ്റുഡൻറ്റിന് 573, സി എന്നൊരു സ്റ്റുഡൻറ്റിന് 520, ഡി എന്നൊരു സ്റ്റുഡൻറ്റിന് 558, ഈ ഒരു സ്റ്റുഡൻറ്റിന് എത്ര, 593. അപ്പം ഞാൻ പറയാണ് 600 മാർക്കിന് മുകളിൽ കിട്ടിയ കുട്ടികളെ എല്ലാവരും പാസ്സാവണം. ഓക്കെ, അല്ലാത്തവർ എന്താവണം, ഫെയിൽഡ് ആവണം. അപ്പോൾ നമുക്ക് ഓരോ സെല്ലിൽ, അപ്പോൾ ഞാനിവിടെ നിന്ന് ഇപ്പോൾ പാസ് ഓർ ഫെയിൽഡ് FLD ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ഫോം കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പാസ് ഓർ FLD എന്ന് ടൈപ്പ് ചെയ്തു. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ച് നമ്മൾ പറഞ്ഞ ഒരു ഇക്വേഷൻസ് അനുസരിച്ച് 908 എത്രയാണ്, 600 മുകളിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പാസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പാസ് FLD അങ്ങനെ നമുക്ക് ഓരോന്നും ഞാൻ ഇവിടുന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ FLD എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് 500 ഈ ഒരു 78 അല്ലെങ്കിൽ ഒരു 45 മാറ്റി എത്ര ചെയ്ത് കൊടുത്തു, 98 കൊടുക്കുകയാണ്. അപ്പോൾ നോക്കിയേ, ഓട്ടോമാറ്റിക്കലി എത്രയായി, 626 നമ്മുടെ കാൽക്കുലേഷൻസിനൊപ്പം വന്നിട്ടുണ്ട്. നമ്മൾ എത്ര പറഞ്ഞിരിക്കുന്നത്, 500 മാർക്കിന് മുകളിൽ കിട്ടിയ കുട്ടികൾ 600 മാർക്കിന് മുകളിൽ കിട്ടിയ കുട്ടികൾ പാസും അല്ലാത്തൊരു ഫെയിൽഡ് എന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ നോക്കിയേ, ഇവിടുന്ന് മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് മാറേണ്ടിയാണ്. നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിട്ടില്ല, ഇവിടുന്ന് മെസ്സേജ് ഇവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് മാറുന്നത്, ഇതെങ്ങനെ ചേഞ്ച് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നത്. നമ്മൾ പറയുന്ന ഒരു ഫംഗ്ഷൻ ഇഫ് എന്നിങ്ങനെ ഒരു ഫംഗ്ഷൻ, അതായത് ആണെങ്കിൽ ഓർ അല്ലെങ്കിൽ ഇഫ് എന്നിങ്ങനെ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അതായത് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് 600 മാർക്കിന് മുകളിലാണെങ്കിൽ എന്ത് ചെയ്ത് കൊടുക്കണം, നമുക്ക് സ്റ്റുഡൻറ്റ് എന്താവണം, അവിടെ പാസ്സാവണം. 600 മാർക്കിന് താഴെയാണെങ്കിൽ, അതായത് 599 ആ ഒരു മാർക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഓട്ടോമാറ്റിക്കായിട്ടും ഫെയിൽഡ് ആവണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു ഇടാം. എക്സലിൽ ഏതൊരു ഫംഗ്ഷനെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഈക്വൽ ടു എന്നിങ്ങനെ ഓപ്ഷൻ മസ്റ്റാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു ഇടാം. ഒരിക്കലും നിങ്ങൾ എൻ്റർ അടിച്ച് നമുക്ക് ആ ഫംഗ്ഷൻ അവിടെ ആക്ടിവേറ്റ് ചെയ്യരുത്. മൗസ് വെച്ച് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്ത് കൊടുക്കാനായിട്ട്, ആ ഫംഗ്ഷൻ അവിടെ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, ഇവിടെ ലോജിക് ടെസ്റ്റ് ചോദിച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് വാല്യൂ ഓഫ് ട്രൂ ചോദിച്ചിട്ടുണ്ട്, വാല്യൂ ഓഫ് ഫോൾസ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ എന്തിനെ ബേസ് ചെയ്താൽ കാണുന്നത്, നമ്മുടെ കണ്ടീഷൻ എത്രയാണ്, 600 മാർക്കിന് മുകളിൽ, ടോട്ടൽ മാർക്ക് 600 മാർക്കിന് മുകളിലാണെങ്കിൽ എന്ത് ചെയ്ത് കൊടുക്കണം, നമ്മളിപ്പോൾ പാസ്സാവണം, അല്ലാത്തവരെന്താവണം, ഫെയിൽഡ് ആവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ലോജിക് ടെസ്റ്റ് എന്ത് ചെയ്ത് കൊടുക്കാം, 908, അതായത് ടോട്ടലിൻ്റെ ഒരു മാർക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടുന്ന് ടോട്ടലിനെ ബേസ് ചെയ്താണ് കാണുന്നത്, അതുകൊണ്ടാണ് എന്ത് ചെയ്ത് കൊടുത്തത്, ലോജിക്കൽ ടെസ്റ്റ് എന്ത് ചെയ്ത് കൊടുത്തത്, ടോട്ടലിനെ ബേസ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, ഇപ്പം ഞാൻ പറയുകയാണ്, ഡിസംബർ മാസത്തിൽ ഒരു 65 മാർക്കിന് മുകളിൽ കിട്ടിയ കുട്ടികൾ പാസും അല്ലാത്തൊരു ഫെയിൽഡ് ആണെന്ന് വയ്ക്കുക. അതായത് ഡിസംബർ മാസം 68 മാർക്കിന് മുകളിൽ കിട്ടിയ കുട്ടികൾ പാസും അല്ലാത്തൊരു ഫെയിൽഡ് ആണെന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തോളണം, ഡിസംബറിനെ ബേസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, മനസ്സിലായോ? എന്തിനെ ബേസ് ചെയ്തിട്ടാണോ പറയുന്നത് അതായിരിക്കും എപ്പോഴും ലോജിക് ടെസ്റ്റ്. ഞാൻ പറയുന്നത് ടോട്ടലിനെ ബേസ് ചെയ്താണ് പറയുന്നത്, അതുകൊണ്ടാണ് ഇവിടുന്ന് ടോട്ടലിനെ ബേസ് ചെയ്ത് കൊടുത്തത്. ഞാൻ പറഞ്ഞിരിക്കുന്നത് 600 മാർക്കിന് മുകളിൽ കിട്ടിയ കുട്ടികൾ പാസും അല്ലാത്തൊരു ഫെയിൽഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ടോട്ടലിനെ ബേസ് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ ലോജിക് ടെസ്റ്റ് എന്ത് ചെയ്ത് കൊടുത്തു, ടോട്ടലിനെ ബേസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, മുകളിലാണെങ്കിൽ, എത്രയിന് മുകളിലാണെങ്കിൽ, 600 മുകളിലാണെങ്കിൽ, ഓക്കെ, കോമ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ലോജിക്കൽ ടെസ്റ്റിൽ വന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോമ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് യൂസ് ചെയ്യുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് കോമ ഇട്ടത്. ഓക്കെ, ഇനി 600 മാർക്കിന് മുകളിൽ കിട്ടിയ കുട്ടികൾ എന്താവണം, പാസ്സാവണം, അല്ലാത്തവരെന്താവണം, ഫെയിൽഡ് ആവണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം,
600 മാർക്കിന് മുകളിൽ കിട്ടി. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ടോട്ടൽ മാർക്ക് എന്ത് ചെയ്ത് കൊടുത്തു, സെലക്ട് ഗ്രേറ്റഡ് ദാൻ ഓർ ഈക്വൽ ടു 600. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡബിൾ ഇൻവെർസ് കോമ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. 600 മാർക്കിന് മുകളിൽ കിട്ടിയ കുട്ടികൾ എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് എത്ര ആയിരിക്കുമല്ലോ, പാസ്സായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നല്ലെങ്കിൽ പാസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ട്രൂന്നോ എന്ത് മെസ്സേജ് കൂടുന്നോ കൊടുക്കാട്ടോ, പാസ്സെന്നോ തോറ്റുന്നോ എന്ത് പീന്നോ എന്ത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൊടുന്ന് കൊടുക്കാട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു മെസ്സേജിൻ്റെ ഉള്ളിൽ ഈ ഒരു ഡബിൾ ഇൻവെർസ് കോമയുടെ ഉള്ളിൽ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അതായിരിക്കും എന്താവുള്ളൂ അവിടെ മെസ്സേജായിട്ട് കാണിക്കുകയുള്ളൂ. ഓക്കെ, എന്ത് ചെയ്താണ്, ജസ്റ്റ് ഒന്ന് കോമ ഇട്ടു, അല്ലെങ്കിൽ എന്തായിരിക്കുള്ളൂ, FLD ആയിരിക്കുള്ളൂ, അതായത് ഫെയിൽഡ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കൊടുത്തു, ഫെയിൽഡ് എന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ ബ്രാക്കറ്റ് എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ ക്ലോസ് ചെയ്യുക. അപ്പോൾ നോക്കിയാൽ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് എത്രയാണ്, 908 എത്രയാണ്, 600 മാർക്കിന് മുകളിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി, പാസ്സായി. കണ്ടോ, ഇതും എത്രയാണ്, 600 മാർക്കിന് മുകളിലാണ്. അതുകൊണ്ട് എന്തായി, അതും അവിടെ പാസ്സായിട്ട് മാറി. ഇത് എത്രയാണ്, നമ്മൾ കൊടുത്തിരിക്കുന്നത് ഫംഗ്ഷൻ എത്രയാണ്, നമ്മൾ കൊടുത്തിരിക്കുന്നത് എത്രയാണ്, 600 പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ മാർക്ക് എത്രയാണ്, 600 പറഞ്ഞിരിക്കുന്നത്. ഈ 600-നനുസരിച്ച് നോക്കുന്ന സമയത്ത് 520 എത്രയാണ്, താഴെയാണ്. അതുകൊണ്ടാണ് ഇത് മൂന്നും ഫെയിൽഡായിട്ട് കാണിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് 45 മാറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് 98 മാറ്റി ഞാൻ ഇവിടുന്ന് ഒരു 10 ആക്കാൻ നോക്കിയാൽ ഇപ്പോൾ കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് എത്രയായി, ടോട്ടൽ മാർക്ക് മാറി. അതിനോടൊപ്പം എന്തായി, ഇവിടുന്ന് പാസ്സാണോ ഫെയിൽഡാണോ എന്നുള്ള ഇതും മാറി. കണ്ടോ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് കമ്പ്യൂട്ടറൊന്നും അല്ലല്ലോ, നമുക്ക് തെറ്റ് പറ്റാം, സാധാരണമാണ് അതെല്ലാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും തെറ്റിക്കാൻ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിരിക്കുന്ന കാരണം പാസ്സാണോ ഫെയിൽഡോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ മാത്രം, അതായത് ഇപ്പോൾ ഫസ്റ്റ് സെല്ലിൽ മാത്രം ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഞാൻ ഇവിടുന്ന് ഒരു 6 ടൈപ്പ് ചെയ്യാണ്. 6 ടൈപ്പ് ചെയ്തു, ഇവിടുന്ന് എന്ത് ചെയ്തു, ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേര് F എന്ന് ടൈപ്പ് ചെയ്തു. ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഇവിടെ 45 കൊടുത്തു, ഇവിടെ 52, ഇവിടെ 52, ഇവിടെ ഒരു 65, ഇവിടെ ഒരു 85, 45, 85, 65, 12 ഇങ്ങനെ മാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുന്ന സമയത്ത്, സോറി ഒരു മാർക്ക് കൂടി അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുന്ന സമയത്ത് നോക്കിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒത്തിരിയായി, ടോട്ടൽ മാർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വന്നു. അതേപോലെ തന്നെ എന്തായി, പാസ്സാണോ ഫെയിൽഡാണോ അതും അവിടെ തന്നെ വന്നു. ഇതിനെ ബേസ് ചെയ്ത് കുറച്ചുകൂടിയും കാര്യങ്ങളുണ്ട് കേട്ടോ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.